നമസ്കാരം. NainaCreations നിന്ന് ഉണ്ടാക്കാൻ പോണത് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള സൈഡ് ഡിഷാണ്. ഇത് ചപ്പാത്തിക്കും നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് സവാളയുടെ പകുതി ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. വഴന്നു വന്ന സവാളയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്തിട്ട് പച്ചമണം മാറണ വരെ 1 മിനിറ്റ് മതിയാവും. നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം. പൊടികൾ ചേർക്കണ സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചേർക്കാൻ. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് ബീട്രൂട്ട് ഉണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ഉരുളക്കിഴങ്ങും കൂടെ ചെറിയ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായി ഇളക്കിയതിന് ശേഷം ഇതൊന്നും ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അടപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഓളെന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് വെന്തിട്ടില്ല. ഇനി ഒരു 2-3 മിനിറ്റ് സമയം കൂടി വേണ്ടി വരും അത് വേവാൻ. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇനി അടപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ കുറേശ്ശൊക്കെ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. കഷ്ണമൊക്കെ ഒരുവിധമായിട്ടുണ്ട്. ഇത് 2-3 മിനിറ്റ് നേരമൊക്കെ നമ്മൾ മൂടി വെക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടി പിടിക്കും. വെള്ളം ഒട്ടും ഒഴിക്കാത്തതല്ലേ. ഇനി ഉരുളക്കിഴങ്ങ് വെന്തോ നോക്കാം. ഇത് ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് സമയം കൂടി വയ്ക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടൊക്കെ നന്നായി വെന്ത എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തോളൂ മറക്കാതെ. ഇപ്പോൾ ഈ കൂട്ട് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.